എറണാകുളത്ത് LDFന് ഉറച്ച വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കളമശ്ശേരി. മണ്ഡലം ഇക്കുറി മാറി ചിന്തിക്കുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. വികസന രാഷ്ട്രീയം ചർച്ചയാകാതിരിക്കാൻ പ്രതിപക്ഷ ശ്രമമെന്നാണ് LDFന്റെ ആരോപണം. കടുത്ത വെയിലിനെ തണലാക്കി പോർക്കളത്തിലാണ് സ്ഥാനാർത്ഥികൾ. വികസന രാഷ്ട്രീയം ചർച്ചയാകാതിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി P. രാജീവ്. വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യുക എന്നതാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതി എന്നുള്ളത്. കഴിഞ്ഞ ആദ്യത്തെ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചു, അത് ബലൂൺ പോലെ പൊട്ടി. ഇപ്പൊ രണ്ടാമത് ശ്രമിച്ചു, അതും തുറന്നു കാട്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ കഴിഞ്ഞ 10 വർഷമുണ്ടായ മാറ്റം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ്. അതിൽ നിന്ന് ഒളിച്ചോടുക അല്ലെങ്കിൽ അതിന്റെ ശ്രദ്ധ പിരിച്ചുവിടുക, ഇതാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം എന്നുള്ളത്. കളമശ്ശേരിയിൽ വികസന മുരടിപ്പെന്നും മാറ്റം അനിവാര്യമെന്നും UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V. അബ്ദുൽ ഗഫൂർ. UDFന് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വികസനങ്ങളൊന്നും നടന്നിട്ടില്ല. അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒരു തുടർച്ച ഉണ്ടാവണം. അപ്പോൾ UDFന്റെ ഒരു കാലഘട്ടത്തിലെ പദ്ധതികളുടെയും പരിപാടികളുടെയും ഒരു തുടർച്ചയായിരിക്കണം ഇനി വരുന്ന 5 വർഷം. മണ്ഡലത്തിൽ ശ്രദ്ധ പതിയേണ്ട മേഖലകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വോട്ട് തേടുകയാണ് NDA സ്ഥാനാർത്ഥി MB ബിനു. കളമശ്ശേരി മണ്ഡലം എന്ന് പറയുന്ന വ്യവസായിക മണ്ഡലമാണ്. ആ വ്യവസായ മണ്ഡലത്തിൽ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യവസായ മേഖലയിൽ ഞാൻ ഒരുവിധ FACT ഉൾപ്പെടെ സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് തൊഴിലില്ലായ്മയാണ് വന്നിട്ടുള്ളത്. പല കമ്പനികളും പൂട്ടിപ്പോയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ഒരു സുരക്ഷിതമല്ല. നമുക്ക് ഈ ഓൾഡ് രാഷ്ട്രീയം കളഞ്ഞിട്ട് പുതിയൊരു വികസന രാഷ്ട്രീയമാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത്. ഉറച്ച വിജയപ്രതീക്ഷയിലാണ് LDFും UDFും. വികസന രാഷ്ട്രീയം വോട്ടാകുമെന്ന് NDA പറയുന്നു. കളമശ്ശേരി ആരുടെ പച്ചത്തുരുത്താകുമെന്ന് മെയ് 4 അറിയാം. ക്യാമറാമാൻ അനുവിനൊപ്പം ഉന്മേഷ് ശിവരാമൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.